സാധാരണ നമ്മൾ പറയാറുള്ള ഒരു യാഥാർത്ഥ്യമാണ്, തിരമാല തീരത്താണ്, ഉൾക്കടലിലേക്ക് ചെന്നാൽ അത് ശാന്തമാണ്. അത് നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഉൾക്കടലിലേക്ക് ചെല്ലാൻ ബുദ്ധിമുട്ടേണ്ടി വരുമെങ്കിലും ഉൾക്കടലിലേക്ക് ചെന്നാൽ അത് ശാന്തമാണ്. CNIയിലെ വിശുദ്ധ കാതറിൻ ഒരു വിദ്യാവിഹീനയായ ഒരു വ്യക്തി. പക്ഷെ ഇന്ന് സഭയിൽ അറിയപ്പെടുന്നത് പണ്ഡിത എന്നാണ്. കർത്താവ് അവളെ പഠിപ്പിച്ചു എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് പണ്ഡിതയായിട്ട് മാറിയത്. സ്കൂൾ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി പണ്ഡിതയായിട്ട് മാറി. ഈ വിശുദ്ധ ഒരിക്കൽ ആത്മീയ നിർവൃതിയിലേക്ക് ഷി വെന്റ് ഇൻടു എ ട്രാൻസ്. പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വരെ നമുക്ക് എത്താൻ വേണമെങ്കിൽ അങ്ങനെ ഒരു ആത്മീയ നിർവൃതിയിലേക്ക് പോയി. ആത്മീയ നിർവൃതിയിൽ അവര് പ്രാർത്ഥിച്ച ഒരു കാര്യം ത്രിത്വത്തെക്കുറിച്ചാണ്. ഒരു വെളിപ്പെടുത്തൽ അവർ തന്നത്, ഓ ത്രിത്വമേ, അവിടുന്ന് ഒരു ആഴക്കടൽ പോലെയാണ്. ഇതിലേക്ക് ഞാൻ ആഴത്തിൽ ഇറങ്ങുമ്പോഴാണ് കൂടുതൽ കണ്ടെത്തുക. കൂടുതൽ കണ്ടെത്തുമ്പോൾ അതിലേറെ ആഴത്തിലേക്ക് പോകാനുള്ള പ്രചോദനം എനിക്ക് ലഭിക്കുന്നു. അതാണ് ഈ വിശുദ്ധ വിളിച്ചു പറഞ്ഞത്. അതിന് വലിയ ഒരർത്ഥമുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ തീരത്ത് നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കും പോലെയല്ല ആഴക്കടലിലേക്ക് പോയി മീൻ പിടിക്കുന്നത്. ആഴക്കടലിലേക്ക് പോകുന്നവര് അവര് വലിയ രീതിയിൽ മീൻ പിടിക്കുന്നത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ വിശ്വാസത്തിലാണേലും പ്രാർത്ഥനയിലാണേലും ശുശ്രൂഷയിലാണേലും വേണമെങ്കിൽ നമുക്ക് തീരത്ത് നിൽക്കുന്നവരെ പോലെ നിൽക്കാം. അതല്ല, നമുക്ക് ആവശ്യം ആഴക്കടലിലേക്ക് പോകാൻ സാധിക്കണം. അവിടെയാണ് കൂടുതൽ നമുക്ക് നേടാൻ സാധിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്: ഉൾക്കടലിലെത്താൻ തീരത്തെ തിര നാം മുറിച്ച് പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ഈ മീൻപിടുത്തക്കാര് അവർ കരയിൽ നിന്നും ഉൾക്കടലിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ തീരത്ത് ഭയങ്കരമായിട്ടുള്ള തിര. ഇനി അതിനെ മുറിച്ചാണ് അവര് കടലിനകത്തേക്ക് പോവുക. അത് ദുഷ്കരമായൊരു കാര്യമാണ്. പക്ഷേ അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ തിര മുറിച്ചാണ് അവര് ഉൾക്കടലിലേക്ക് പോവുക. പക്ഷെ നമ്മളൊക്കെ നോക്കിയാൽ ചിലപ്പം അസാധ്യമെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവർക്ക് അതൊരു ശീലമായിട്ട് മാറിയിരിക്കുന്നു. അവരങ്ങനെ പോകുന്നു. എന്ന് പറഞ്ഞ പോലെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ളൊരു ദൃഢനിശ്ചയം നമുക്കുണ്ടെങ്കിൽ അതിജീവിക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിച്ച് മറുകരയിലെത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. 2 തെസ്സലോനിക്ക 3-ാം അധ്യായം 10-ാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വചനമാണ്. പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്: അധ്വാനിക്കാത്തവർ ഭക്ഷിക്കാൻ അവകാശമില്ലാത്തവരാണ്. അധ്വാനിക്കാത്തവർ ഭക്ഷിക്കാതിരിക്കട്ടെ. അതാണ് ഈ വിശുദ്ധൻ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 2 തീമോത്തി 2-ാം അധ്യായം 6-ാമത്തെ വചനം പറയുന്നുണ്ട്: അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ആദ്യ ഫലത്തിനുള്ള യോഗ്യത. അതുകൊണ്ട് അധ്വാനിക്കാതെ വല്ലവരും അധ്വാനിച്ചത് കൊണ്ട് സുഖജീവിതം നയിക്കാൻ നോക്കുന്നത് അത് ക്രിസ്ത്യാനികൾക്ക് ഭൂഷണമല്ല, ദൈവമക്കൾക്ക് യോജിച്ചതല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. 2 കൊരിന്തോസ് 9-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ അവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: നമ്മൾ എത്രമാത്രം വിതയ്ക്കുന്നോ അത്രമാത്രം നമുക്ക് കൊയ്യാൻ പറ്റും. എത്രമാത്രം നമ്മൾ അധ്വാനശീലരാകുന്നോ അത്രമാത്രം ജീവിതത്തിൽ നേട്ടം നമുക്കുണ്ടാകും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്: നമ്മൾ ലക്ഷ്യമാക്കിയിരിക്കുന്നത് എളുപ്പമാർഗമാണോ യഥാർത്ഥ മാർഗമാണോ? നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ജീവിത ലക്ഷ്യം, അല്ലെങ്കിൽ നാം സാധാരണ ചെയ്യാറുള്ളത് എളുപ്പവഴി കണ്ടെത്തി ജീവിതം അതിലൂടെ എളുപ്പമാക്കുക എന്നുള്ളതാണോ? അതോ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം? ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ആൻ ഈസി വേ, ഹി ഈസ് ദ ജെനുവിൻ വേ. യേശുക്രിസ്തു എന്ന് പറയുന്നത് എളുപ്പവഴിയല്ല. നമുക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാർത്ഥിക്കുന്നതും അങ്ങനെ പല കാര്യങ്ങൾ ആത്മീയമായിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരരുത്. പ്രാർത്ഥന ഇല്ലാതിരുന്നാൽ, ദൈവാനുഗ്രഹം ഇല്ലാതിരുന്നാൽ കൂടുതൽ ക്ലേശങ്ങൾ വന്നാലോ? അങ്ങനെ ജീവിതം എളുപ്പമാകണം. അതല്ല നാം ലക്ഷ്യം വെക്കേണ്ടത്. യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ പീഡിപ്പിക്കപ്പെട്ടിരിക്കും എന്നാണ് 2 തീമോത്തി 3:12 നമ്മൾ വായിക്കുക. അതുകൊണ്ട് തന്നെ എളുപ്പവഴി ലക്ഷ്യമാക്കാതെ യഥാർത്ഥ വഴി, അതാണ് യേശുക്രിസ്തു, ആ വഴിയെ പോകാനുള്ള ഒരു നിശ്ചയദാർഢ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മത്തായി 7-ാം അധ്യായം 14-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: സ്വർഗത്തിലേക്കും ജീവനിലേക്കുമുള്ള വാതിൽ ഇടുങ്ങിയതാണ്, വഴി കല്ലും മുള്ളും നിറഞ്ഞതാണ്. അതുകൊണ്ട് ഈ ത്യാഗത്തിന്, ഈ കഷ്ടപ്പാടിന് നമ്മൾ സന്നദ്ധരാകാതെ സ്വർഗത്തിൽ നമ്മൾ എത്തില്ല എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. 3-ാമത്തെ കാര്യം, ദൈവത്തെ അറിയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൃദയം ശാന്തമാക്കുക. ഉൾക്കടലിലാണ് ശാന്തമായിട്ട് കിടക്കുന്നത്. അവിടെ എത്താൻ കുറച്ച് സ്ട്രഗിൾസ്, കുറച്ച് കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ നമ്മൾ എടുക്കേണ്ടി വരും. ഹൃദയം ശാന്തമാകാതെ ദൈവത്തെ അറിയാൻ പറ്റില്ല. സങ്കീർത്തനം 46:10 പറഞ്ഞിരിക്കുന്ന അതാണ്: ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ദൈവം നിരന്തരം നമ്മോട് സംസാരിക്കുകയും നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്നുണ്ട്.
പക്ഷെ അത് കേൾക്കാനും എടുക്കാനും ഒക്കെ പറ്റണമെങ്കിൽ നമ്മുടെ ഹൃദയം ശാന്തമാകണം. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, വെളുപ്പിന് ഏർലി മോർണിംഗ് ടൈം ശ്രദ്ധിച്ചാൽ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ കൂടെ പോകുന്ന ട്രെയിന് അത് ഹോൺ അടിക്കുന്ന ശബ്ദം ഇതെല്ലാം കേൾക്കാൻ പറ്റും. പകൽ സമയം കേൾക്കാറില്ല, അതിൽ ട്രെയിൻ പോകാഞ്ഞിട്ടൊന്നുമല്ല, മറ്റു പല ശബ്ദങ്ങൾ കാരണം നമുക്കിത് കേൾക്കാൻ പറ്റാതെ പോകുന്ന ഒരവസ്ഥ. പറയുണ്ട്, ഹൃദയം ശാന്തമാക്കിയവർക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റും, ദൈവത്തെ അറിയാൻ പറ്റും. സങ്കീർത്തനം 112 ഏഴാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് എൻ്റെ ഹൃദയം അശാന്തമാകില്ല. ദുർവാർത്ത കേട്ടാൽ പോലും ഞാൻ കുലുങ്ങത്തില്ല, അശാന്തമാകില്ല, കാരണം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്. നാലാമത്തെ കാര്യം ഇതാണ്, വളർന്നവർ സഹനത്തിന്റെ നടുവിലും ശാന്തരായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആത്മീയ പക്വത പ്രാപിച്ചവര്, പ്രാർത്ഥനയിൽ വളർന്നവര് സഹനത്തിന്റെ നടുവിലും ശാന്തരായിരിക്കും, സഹനത്തിന്റെ നടുവിലും ആനന്ദമുള്ളവരായിരിക്കും. അവരുടെ ഉള്ളിൽ ഒരു ആത്മീയ ആനന്ദം അത് തിരതല്ലും. അതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, ജയിലിൽ കിടക്കുന്ന പത്രോസ് വളരെ കൂളായിട്ട്, വളരെ ശാന്തനായിട്ട് അവിടെ കിടക്കുന്ന രംഗം. അവന് വേണ്ടി ദൈവം മാലാഖയെ അയച്ച് ആ മാലാഖ ചെന്ന് അവനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 50 മുതൽ 52 വരെ വായിക്കാൻ. സഹനത്തിന്റെ നടുവിലായിരുന്ന പൗലോസും ബർന്നബാസും, പക്ഷെ അവര് ആത്മാവിൽ ആനന്ദിച്ചു. സഹനമുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് അവരിൽ ആക്റ്റീവായിരുന്നു, അതുകൊണ്ട് അതവർക്ക് ആനന്ദം പകർന്നു എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. റോമ 5:4-5 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് സഹനശീലമുണ്ടാകും, പ്രത്യാശ വരും, ആ പ്രത്യാശ ഉള്ളവർക്ക് നിരാശ ഉണ്ടാകത്തില്ല എന്ന്. യോഹന്നാൻ 21:18 വചനം വായിക്കുമ്പോൾ, അതുപോലെ തന്നെ ഗലാത്യർ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനം, വളർന്നവരുടെ ഒരു സൂചന അവിടെ പറഞ്ഞിട്ടുണ്ട്. വളർന്നവർക്ക് തങ്ങളുടെ ഇഷ്ടമല്ല, തങ്ങളുടെ പ്ലാനും പദ്ധതിയും അല്ല വലുത്, ദൈവത്തിന് അവരെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും. അതുകൊണ്ടാണ് പൗലോസ് പോലും പറഞ്ഞത്, ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇതാണ് വളർന്നവരുടെ ഒരു സൂചന. അങ്ങനെയുള്ളവര് സഹനത്തിന്റെ നടുവിലും ശാന്തരായിരിക്കും. ഇത് വലിയ ഒരു കൃപയാണ്, അനുഗ്രഹമാണ്. അത് കിട്ടാൻ ദൈവത്തോട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു കോമൺ നിയോഗമായിട്ട് നമ്മൾ ഇന്ന് വയ്ക്കുന്നത്, അകാരണ, ആകുലത, ഉത്കണ്ഠ ഇതെല്ലാം ബാധിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്കൊരു സൗഖ്യവും വിടുതലും കിട്ടാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.